പൊതുസമ്മേളനങ്ങൾ നടത്തുമ്പോൾ പ്രവർത്തകരെ നിയന്ത്രിക്കേണ്ടത് നേതാവാണ് എന്ന് മദ്രാസ് ഹൈക്കോടതി. പൊതുമുതൽ നശിപ്പിച്ചതിൽ വേണ്ടി വന്നാൽ ഇടപെടും. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും കോടതിയുടെ ചോദ്യമുണ്ട്. TVKയുടെ ഹർജി പരിഗണിക്കുകയാണ് കോടതിയുടെ പരാമർശങ്ങൾ. KB ശ്രീധരൻ വിവരങ്ങളുമായിട്ട്. ശ്രീധരൻ, TVKയുടെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചില സംഘർഷ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതിന്റെ പശ്ചാത്തലത്തിലേക്കാം കോടതിയിലേക്ക് ഇത് പരാതിയുമായി ഹർജിയായിട്ടൊക്കെ വന്നത്. എന്തായാലും അവിടെ മാത്രമല്ല, കേരളത്തിലടക്കം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പരാമർശം കൂടിയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. തീർച്ചയായിട്ടും ഈ അടുത്തിടെ TVKയുടെ വിജയുടെ പാർട്ടിയുടെ സംസ്ഥാന പര്യടനവും സമ്മേളനവും ഒക്കെ പലയിടത്തായി നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി അനുമതിക്കായി പോലീസിനെ സമീപിക്കുമ്പോൾ പോലീസ് പലപ്പോഴും അനുമതി വൈകിപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ TVK ആരോപിച്ചിരുന്നു. ഇതിനെതിരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം പോലീസിന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് TVK മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. അങ്ങനെയാണ് ആ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഉള്ള ഒരു പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനം, ഈ മധുരൈ സമ്മേളനത്തിനൊക്കെ ശേഷം പൊതുമുതൽ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ പോയിരുന്നു. ഈ നേതാവാണ് പ്രവർത്തകരെ നിയന്ത്രിക്കേണ്ടത്. ഇത് സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ഈ പാർട്ടികൾ ഓർക്കണം എന്നുള്ള ഒരു കാര്യം മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു. പൊതുമുതൽ നശിപ്പിച്ചാൽ ആ സംഭവത്തിൽ വേണ്ടി വന്നാൽ ഇടപെടും. അതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേണം എന്നും പറയുന്നു. എല്ലാ പാർട്ടികൾക്കും ബാധകമായിട്ടുള്ള ചട്ടങ്ങൾ രൂപീകരിക്കണമെന്നും പോലീസിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 24-ാം തീയതിക്കുള്ളിൽ തീരുമാനം അറിയിക്കണം, നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യത്തിൽ അറിയിക്കണമെന്നും കോടതി പോലീസിനോട് പറയുന്നുണ്ട്. ഏതായാലും ഈ സമ്മേളനങ്ങൾക്ക് അനുമതി കൊടുക്കുമ്പോൾ ഈ പൊതു മുതൽ നശിപ്പിക്കുന്ന മുൻകൂട്ടി കണ്ടുകൊണ്ട് പാർട്ടികളിൽ നിന്ന് മുൻകൂറായി ഒരു തുക അത് വാങ്ങാനുള്ള ചട്ടങ്ങൾ രൂപീകരിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്.